Hi, good evening. With ton കണക്കിന് fun and ton കണക്കിന് love, this is Club FM. ഇവിടെ ലവ് ബൈറ്റ്സിന്റെ സമയം. തുലാവർഷ രാത്രികളും മഴ പെയ്യുന്ന സായാഹ്നങ്ങളും എനിക്കിഷ്ടമാണ്. അസ്തമിക്കുന്ന സൂര്യനെ സാക്ഷിയാക്കി നിന്നെ ഓർത്ത് കരയുമ്പോൾ ആരും കാണില്ലല്ലോ, തിരിച്ചറിയില്ലല്ലോ എൻ്റെ കണ്ണുനീർ. ഇഷ്ടപ്പെടുന്നയാളെ നഷ്ടപ്പെടുന്നത് ഒരു വലിയ വേദനയാ. അയാളെ പഴിക്കാനും എളുപ്പമാ. പക്ഷെ എന്തിനാ അവർ നമ്മെ വിട്ടിട്ട് പോയേ? എന്തുകൊണ്ടാ? ചിന്തിച്ചിട്ടുണ്ടോ? അറിയണ്ടേ? കേട്ടോണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. ഇതിൻ്റെ ഉത്തരം ഞാൻ റീനു പറയും. ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് അയാളെ സ്വന്തമാക്കി. പ്രണയിക്കുമ്പോൾ നമ്മൾ അധികമൊന്നും ആലോചിക്കാറില്ല. എന്നാൽ ഇയാളെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് ആലോചിക്കാറില്ലേ? മനസ്സിൽ ഒരുപാട് കൂട്ടിക്കുറക്കില്ലേ? കാരണം അവസാനം വരെ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ. ഒരു റോങ് ഡിസിഷൻ പോരെ ജീവിതം മുഴുവൻ കൊളാവാനായിട്ട്. അതുകൊണ്ട് ഒന്നാവുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് ആലോചിക്കും. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് റീനു പറഞ്ഞു വന്നേ ഇത്രയൊക്കെ ആലോചിച്ചിട്ടാ ഞാൻ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇയാളെ കെട്ടിക്കഴിയുമ്പോൾ പ്രണയം നമുക്ക് സ്വന്തമായില്ലേ? അത് കഴിഞ്ഞ് പിന്നെയും പ്രണയം സംഭവിക്കുമോ? സംഭവിക്കാവോ? കുടുങ്ങിയില്ലേ? ഇതാണ് ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ റീനു ചോദിക്കുന്നത്. ഒരാളുമായിട്ട് നമ്മൾ ഇഷ്ടത്തിലായി, അങ്ങനെ അയാളുടെ കൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളോടും കൂടി ഇഷ്ടം തോന്നാൻ പറ്റുമോ? ഉത്തരം ഒന്ന് പോൾ ചെയ്യണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നീണ്ട 4 വർഷമാണ് ശാലിനിയും ഗൗരവും പ്രണയിച്ച്. എഞ്ചിനീയറിംഗിന് വെച്ചിട്ട് അവർ കണ്ടുമുട്ടിയ. രണ്ടുപേരും തീരുമാനിച്ചു നമ്മൾ കല്യാണം കഴിച്ചിരിക്കുമെന്ന്. എന്നാൽ അതിനുശേഷം ശാലിനിക്ക് MBAക്ക് അഡ്മിഷൻ കിട്ടി. ഗൗരവ് ജോലിയായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ MBAക്ക് ചെന്നപ്പോൾ അവിടെ വെച്ച് ഒരു ഫ്രണ്ടിനെ ശാലിനിക്ക് കിട്ടി. അസൈൻമെൻറ്റ്സ് ഒരുമിച്ച് ചെയ്യുന്നു, പ്രോജക്റ്റ് ഒരുമിച്ച് ചെയ്യുന്നു. പക്ഷേ കുറച്ച് നാളായിട്ടൊരു ചെറിയ പ്രശ്നം. ശാലിനിക്ക് തോന്നിത്തുടങ്ങി ഈ പുതിയ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലെന്ന്. അയാളോട് പ്രണയമാണോ എന്നാണ് സംശയം. അവൾക്ക് നന്നായിട്ട് അറിയാം ഗൗരവിനെ അവൾക്ക് ഇഷ്ടമാണെന്ന്. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു തരണം. കാരണം ലവ് ബൈറ്റ്സിലേക്ക് റീനുവിന് വന്ന ഒരു ചോദ്യമായത്. ഇപ്പോൾ ശാലിനിക്ക് തോന്നുന്ന ഈ ഫീലിംഗ് പ്രണയമാണോ അതോ ഇൻഫാച്വേഷൻ ആണോ എന്ന്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഗൗരവിനെ പ്രണയിക്കുമ്പോൾ തന്നെ ശാലിനിക്ക് മറ്റൊരാളോടും കൂടി പ്രണയം വരാവോ? 56070 വേണം നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കാൻ. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് റീനുവിൻ്റെ കൂടെ. വെൽക്കം ബാക്ക് ടു ക്ലബ് എഫ്എം. ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ശാലിനിയുടെ അടുത്ത് മയൂരി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റേ പ്രണയം തോന്നാന്ന് മാത്രമല്ല, അത് കോമണുമാണത്രേ. ആദ്യത്തെ പ്രണയങ്ങളൊക്കെ പലപ്പോഴും ചെറിയ പ്രായത്തിൽ തുടങ്ങിയതായിരിക്കും. അങ്ങനത്തെ ഒന്നാണെങ്കിൽ ഇതിന് ചാൻസസ് കൂടുതലാണ്. കാരണം ആ സമയത്ത് അധികം ആളുകളെയൊന്നും നമ്മൾ കാണില്ല. ലിമിറ്റഡ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പം അതിൽ നിന്ന് ഒരാളെ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് റീനു ചോദിക്കട്ടെ, എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ ലിമിറ്റഡ് ഫ്രണ്ട്സിനെ ഒന്നും അല്ല നമ്മൾ കാണുക, ഒരുപാട് ഫ്രണ്ട്സിനെ കാണും. സോ ചെറിയ പ്രായത്തിൽ തുടങ്ങിയ ഒരു പ്രണയം എന്ന് പറയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ വിപിൻ പറയുന്ന ശാലിനി ചെയ്ത തെറ്റാ. അങ്ങനെ ചെയ്താൽ മറ്റേ ഹാർട്ട് ബ്രേക്ക് ആവില്ലേ? ഇവിടെ റീണുണ്ടെന്ന് ചോദിക്കാനുണ്ട്. അങ്ങനെ വിചാരിച്ച് കളഞ്ഞിട്ടേ ഈ പുതിയ ആളാ ട്രൂ ലവ് എങ്കിലോ? ഇത് പ്രണയമാ. ചാടിക്കേറി ഒരു ഡിസിഷൻ എടുത്താൽ അതോടുകൂടി ആ യഥാർത്ഥ പ്രണയമില്ലേ, അതിനുള്ള ചാൻസും ആ ട്രൂ ലവറെയാ മിസ്സാവുന്നേ. ഇനി ഇതുപോലൊരു ഒപ്പീനിയൻ ഉണ്ടോ? എന്നാൽ ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ പോസ്റ്റ് ചെയ്തോളൂ. റീനു അവിടെയുണ്ട്, ഓൺലൈനാ.